ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 1967 ഒരു ഫ്രഞ്ച് ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ലേ സാമുറായി എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ 1967 ഒരു മൂവി കാണുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ്. സാധാരണ ഈ ഒരു പഴയ മൂവീസ് എല്ലാം കാണുമ്പോഴത്തേക്കും അത് പകുതിയിൽ വെച്ച് തന്നെ ഞാൻ ഉറങ്ങാറാണ് പതിവ്. പക്ഷെ എന്തോ ഈ ഒരു കാലഘട്ടത്തിലെ മൂവി ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റി. കാരണം സ്റ്റോറി ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ വൺ ലൈൻ എന്തായാലും പറയുന്നില്ല, ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും. നിങ്ങൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം, മറക്കാതെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ മറക്കാതെ ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ലൈക്ക് അടിച്ചേക്കുക, അത് മറക്കാതെ ചെയ്തേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ജെഫിനെയാണ് കാണിക്കുന്നത്. ജെഫ് ഇപ്പോൾ താമസിക്കുന്നത് പാരീസിലാണ്. അതേപോലെ തന്നെ ജെഫ് പാരീസിലെ ഒരു നിശബ്ദനായിട്ടുള്ള ഹിറ്റ്മാൻ ആണ്. കൂടാതെ ജെഫിന്റെ മുറിയിൽ അവൻ വളർത്തുന്ന ഒരു കിളിയുണ്ട്. അങ്ങനെ അതിന് തീറ്റ കൊടുത്ത് അവനൊരു റെയിൻകോട്ടും എടുത്തിട്ട് അതേപോലെ തന്നെ ഒരു തൊപ്പിയുണ്ട്, അതും എടുത്തു വെച്ച് ജെഫ് നേരെ വെളിയിലേക്ക് ഇറങ്ങും. വെളിയിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ വെളിയിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ വേറെ ഏതൊരു വണ്ടി അവിടേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ പാർക്ക് ചെയ്ത് അതിന്റെ ഓണർ ഇറങ്ങി പോകുന്നതും ജെഫ് ഇപ്പോൾ അയാൾ പോയ ഉടനെ തന്നെ ആ ഒരു കാറിനടുത്തേക്ക് ചെന്ന് അതിന്റെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് ജെഫിന്റെ കയ്യിൽ ഒരുപാട് കീ ഉണ്ട്. അതെല്ലാം എടുത്തു വെച്ചിട്ട് അതിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു കീ എന്തായാലും സ്യൂട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും ആ ഒരു കാർ എടുത്ത് പോകുന്നു. അത് കഴിഞ്ഞ് അവൻ നേരെ പോകുന്നത് ഒരു ഗ്യാരേജിലേക്കാണ്. അങ്ങനെ ആ ഒരു ഗ്യാരേജിനകത്തേക്ക് ഈ ഒരു വണ്ടി കൊണ്ട് കയറ്റുമ്പോഴത്തേക്കും അവിടെയുള്ള ആ ഒരു മെക്കാനിക് എന്താ ചെയ്യുന്നത് വെച്ചാലേ, ഈ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, അത് രണ്ടും മുന്നിലത്തെയും പുറകിലത്തെയും നമ്പർ പ്ലേറ്റുകൾ ഓരോന്നായിട്ട് ഇളക്കി മാറ്റി വേറെ ഫേക്ക് ആയിട്ടുള്ള നമ്പർ പ്ലേറ്റ് വെക്കുകയാണ്. അതിനുശേഷം ആ ഒരാളാണെങ്കിലോ നമ്മുടെ ജെഫിന് ഒന്ന് രണ്ട് പേപ്പറുകളും അതേപോലെ തന്നെ ഒരു ഫോട്ടോ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം വാങ്ങി ജെഫ് പിന്നെയും കൈനീട്ടി നിൽക്കുമ്പോഴത്തേക്കും അയാൾ ഒരു തൂക്കും കൂടി കൊടുക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ജെഫ് കൊല്ലാനായിട്ടുള്ള ആ ഒരാളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജെഫ് ആ ഒരു വണ്ടി എടുത്ത് നേരെ പോകുന്നത് ഒരു ഹോട്ടലിലേക്കാണ്. അവിടെ വണ്ടി കൊണ്ട് നിർത്തി ആ ഒരു ഹോട്ടലിനകത്തേക്ക് കയറി അവിടെയുള്ള ആ ഒരു റൂമിൽ ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കും അകത്ത് നിന്ന് ഒരു പെണ്ണ് വന്നിട്ട് ഇത് ജെഫ് അല്ലേ ഇതിങ്ങനെ ചോദിച്ച് പെട്ടെന്ന് കഥ തുറക്കുന്നു. ഇത് വേറെ ആരുമല്ല, ജെഫിന്റെ കാമുകയാണ്. അവളെ ഏതായാലും നമുക്ക് സാറാന്ന് വിളിക്കാം. അങ്ങനെ കഥക് തുറന്ന് അകത്തേക്ക് വന്നിരിക്കുന്ന നമ്മുടെ ജെഫ് അവളോട് പറയും, ഓക്കെ, ഇന്ന് രാവിലെ 7:15 മുതൽ രാത്രി 2 മണി വരെ ഞാനിവിടെ താമസിച്ചു എന്ന് നീ പറയണമെന്ന് പറയുമ്പോൾ അവൾ പറയും, ഇല്ല ജെഫ്, വീനസ് എന്നെ വിളിച്ചിരുന്നു, അവൻ 2 മണിക്ക് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജെഫ് പറയും, ശരി അങ്ങനെയാണെങ്കിൽ 1:45 വരെ. വേറെ ഒന്നുമല്ല, ഇവൻ ഒരാളെ കൊല്ലാൻ പോകുമ്പോഴത്തേക്കും അതിന്റെ തെളിവുകൾ നശിപ്പിക്കണമല്ലോ, കാരണം ഇവൻ ആ ഒരു സമയത്ത് വേറൊരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത് എന്നെല്ലാം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ജെഫ് മറ്റൊരിടത്തേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ചെറിയ ക്ലബ്ബ് പോലെയുള്ള സ്ഥലം, അവിടേക്ക് ചെന്നിട്ട് അവിടുത്തെ ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു 4-5 പേരിരുന്ന് ചീട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ അതിലെ ഒരാളുടെ അടുത്തേക്ക് ചെന്ന്, നീ എത്ര മണി വരെ ഇവിടെ ഉണ്ടാവും? ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ 2 മണി കഴിഞ്ഞിട്ട് ഞാനിവിടെ ഉണ്ടാവും. അപ്പോൾ അയാൾ പറയും, ഓക്കെ, നിനക്ക് നീ തെറ്റ് പറ്റി കഴിഞ്ഞാൽ പണം കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല എന്നും പറഞ്ഞ് ഇവിടെയും ആളെ സെറ്റാക്കി വെച്ചിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം ജെഫ് ഇപ്പോൾ അവൻ കൊല്ലാനുള്ള ആ ഒരാളുണ്ടല്ലോ അയാളുള്ള ഒരു വലിയ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ രാത്രി സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ പിയാനോ വായിക്കുന്ന ഒരു ലേഡി ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ജെഫ് അവിടെ നിന്ന് നോക്കിയിട്ട് അവൻ കൊല്ലാനുള്ള ആ ഒരാളുടെ മുറിയിലേക്ക് ചെല്ലും. അപ്പൊ അയാൾ ചോദിക്കും, നിങ്ങൾ ആരാ? അത് നീ അറിയേണ്ട ആവശ്യമില്ല. അല്ല, നീ എന്തിനാ ഇവിടെ വന്നേ? നിന്നെ കൊല്ലാൻ എന്ന് പറയുമ്പോൾ അയാൾ പെട്ടെന്ന് തോക്കെടുക്കുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ ജെഫ് അയാളെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലാണ്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, ഈ ഒരു റൂമിനടുത്തേക്ക് ആ ഒരു പിയാനോ വായിക്കുന്ന ലേഡി ഉണ്ടല്ലോ, അവർ നടന്നു വരുന്നുണ്ടായിരുന്നു. ജെഫ് പെട്ടെന്ന് ഈ ഒരു മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു ലേഡി വന്ന് നമ്മുടെ ജെഫിനെ കാണും. പക്ഷെ ഇതിനകത്ത് ഒരാളെ കൊന്നെന്നുള്ള കാര്യം അവൾക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പോൾ ജെഫ് പതിയെ അവളുടെ മുന്നിലൂടെ ഒന്നും അറിയാത്തതുപോലെ നടന്നു പോകുന്നതും ഇപ്പൊ ഈ ഒരു ഹോട്ടൽ വിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ഹോട്ടലിനകത്തുള്ള വേറൊരാള് അവനെ കാണുന്നുണ്ട്. അങ്ങനെ ജെഫ് അവിടെ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു വണ്ടി അവിടെ നിന്ന് എടുത്ത് നേരെ അടുത്തുള്ള ഒരു പുഴയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ആ ഒരു പാലത്തിന് മുകളിൽ വണ്ടി നിർത്തി അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്കുണ്ടല്ലോ അത് മറ്റാരും കാണുന്നില്ല എന്ന് മനസ്സിലാക്കി ആ ഒരു പുഴയിലേക്ക് ഒരു ഒറ്റയേറ്. അത് കഴിഞ്ഞ് ആ ഒരു വണ്ടി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു ഹോട്ടലിന് മുന്നിലേക്ക് കൊണ്ട് നിർത്തുകയാണ്. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി നേരെ അകത്തേക്ക് പോകുമ്പോൾ വെളിയിൽ ആരും നമ്മുടെ ജെഫിനെ കണ്ടിട്ടില്ല. എന്നിട്ട് ആ ഒരു ലിഫ്റ്റിന്റെ അടുത്തേക്ക് നിന്നിട്ട് ഇപ്പോൾ വെളിയിൽ മറ്റൊരാളൊരു വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോഴത്തേക്കാണ് ഈ ഒരു ഹോട്ടലിലെ ലൈറ്റ് എല്ലാം തെളിയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇയാൾ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും ജെഫ് അകത്ത് നിന്ന് വെളിയിലേക്ക് പോകുന്നത് പോലെ അയാളുടെ മുന്നിലൂടെ നടന്നങ്ങ് പോകുന്നു. എന്നിട്ട് ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു വണ്ടി അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞ് അടുത്ത റോഡിലൂടെ പോകുന്ന ഒരു ടാക്സി വിളിച്ചിട്ട് ആ ഒരു ടാക്സിയിൽ കയറി അവൻ അവിടെ നിന്ന് പോവാണ്. ഈ ഒരു സമയത്ത് ഈ ഹോട്ടലിൽ കാണിക്കുമ്പോൾ ഇയാൾ മരിച്ച കാര്യം എല്ലാവരും അറിഞ്ഞ് പോലീസ് എല്ലാം അവിടേക്ക് വന്നു. അതേപോലെ തന്നെ ആ ഒരു പിയാനോ വായിച്ച പെണ്ണുണ്ടല്ലോ, അവളാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കേസ് അന്വേഷിക്കുന്ന ആ ഒരു പോലീസുകാരൻ ഓക്കെ കൊലയാളി അത്യാവശ്യം ഉയരമുള്ള ഒരാളാണെന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഒരു റെയിൻകോട്ടും തൊപ്പിയും ധരിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഏരിയയിൽ മൊത്തമായിട്ട് നല്ലതുപോലെ പരിശോധന നടത്തണം, സംശയമുള്ള എല്ലാവരെയും കൊണ്ടുവരണമെന്നും പറഞ്ഞ് ഇപ്പോൾ ജെഫിന്റെ പ്രായത്തിലുള്ള എല്ലാവരെയും കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നതും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോലീസുകാർ പലയിടങ്ങളിലായിട്ട് പോയി ഇങ്ങനെ സെർച്ച് ചെയ്യണം. കാരണം ഈ ഒരു തൊപ്പി അതേപോലെ തന്നെ കോട്ട് ഈ ധരിക്കുന്ന ആളുകളെല്ലാം കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലബ്ബ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട്, കാരണം ഇവിടെ നിന്ന് അടുത്ത് ഏതൊക്കെ സ്ഥലങ്ങളാണോ ഉള്ളത് അവിടെ എല്ലാം പോയിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജെഫ് ആയാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ചീട്ട് കളിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും ഒരു പോലീസുകാരൻ വന്ന് നമ്മുടെ ജെഫിനെ കാണുമ്പോൾ ഓക്കെ ഏകദേശം ആ ഒരു പ്രായത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ജെഫിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ജെഫിനോടൊപ്പം തന്നെ ഒരുപാട് പേര് ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഈ ഒരു പിടിച്ചുകൊണ്ട് വന്ന എല്ലാവരും ഉണ്ടല്ലോ, അവരെല്ലാവരെയും ഒരു വലിയ ഹാളിലേക്ക് നിർത്തിയേക്കാണ്. എന്നിട്ട് ഓരോരുത്തരായിട്ട് ആ ഒരു സ്റ്റേജിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് അതിന് താഴെ ഈ ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളുണ്ട്. അതേപോലെ തന്നെ ആ ഒരു പിയാനോ വായിക്കുന്ന പെണ്ണ്, റിസപ്ഷനിസ്റ്റ്, ഇവരെല്ലാവരെയും കൊണ്ടുവന്നിട്ട് നിങ്ങളെ കണ്ട ആള് ഇതാണോ എന്നിങ്ങനെ ചോദിക്കാണ്. അതുപോലെ ഈ പിടിച്ചോണ്ട് വന്നിരിക്കുന്നവരുടെ മിക്കവരുടെ കയ്യിലും തോക്കുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരാളുടെ കയ്യിൽ തോക്കുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തിനാ ആ ഒരു തോക്ക് വെച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടു നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇരിക്കുന്ന ആ ഒരു പിയാനോ വായിക്കുന്ന പെണ്ണ് അതേപോലെ തന്നെ ബാക്കി എല്ലാവരും ഇയാളെ നോക്കിയിട്ട് അവനല്ലാന്ന് ഇങ്ങനെ തലയാട്ടുമ്പോഴത്തേക്കും ഓക്കെ അടുത്ത ആള് അങ്ങനെ അടുത്ത ആളെ വിളിച്ചിട്ട് അയാളോടും നിന്റെ കയ്യിൽ എന്തിനാ തോക്കെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ സെൽഫ് ഡിഫൻസിനാണ്. കാരണം ഇവിടെ നഗരങ്ങളിൽ രാത്രി സമയത്ത് ഒരുപാട് കുറ്റകൃത്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് സത്യത്തിൽ ഈ വന്ന് നിൽക്കുന്ന ആളാണെന്ന് വെച്ചാല് ഒരുപാട് കൊല്ലം ജയിലിൽ കിടന്നിട്ടാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത്. അത്രയും വലിയൊരു കുറ്റവാളിയാണ് അവൻ. അങ്ങനെ അയാളെ നോക്കുമ്പോഴത്തേക്കും അതുമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെഫ് ഉണ്ടല്ലോ അവനാണ്. അവന്റെ കയ്യിൽ തോക്കില്ല, പക്ഷെ ഇവരെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു പിയാനോ വായിക്കുന്ന ലേഡി അവനെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തിരിക്കുന്ന ആ ഒരു ലേഡി പറയും ഇയാൾ തന്നെയാണെന്നാണ്, പക്ഷെ അയാളൊരു തൊപ്പി ധരിച്ചിരുന്നു. അപ്പൊ ആ ഒരു ക്ലബിലുള്ള മറ്റുള്ളവർ പറയും ഏയ് അത് അവനാണെന്ന് തോന്നുന്നില്ല. ചിലര് പറയുന്നുണ്ട് അവനാണെന്ന്, ചിലര് പറയുന്നു ഇവൻ ധരിച്ചിരുന്ന തൊപ്പി അതല്ലെന്ന്, വേറെ നിറത്തിലുള്ള തൊപ്പിയാണ്. ഇങ്ങനെ പലരും പല അഭിപ്രായമാണ് പറയുന്നത്. പക്ഷെ അതിൽ ഒന്ന് രണ്ടുപേർ എന്തായാലും ഉറപ്പിച്ച് ഇവൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പോലീസുകാരൻ ചോദിക്കും ഓക്കെ ജെഫ് ഇന്ന് രാത്രി 2 മണി വരെ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഞാൻ എന്റെ ഫിയാൻസിയുടെ അടുത്തായിരുന്നു. ഓക്കെ, നിന്റെ ഫിയാൻസിയുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ ഇതെല്ലാം പറഞ്ഞുതരാൻ പറയുമ്പോൾ അല്ല ഇതെന്തിനാ പറഞ്ഞു മാത്രം തന്നാൽ മതി എന്നിങ്ങനെ പറയുന്നതും. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അവന്റെ ആ ഒരു ഫിയാൻസ് ഉണ്ടല്ലോ സാറ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ്, അവളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താണ്. അങ്ങനെ അവളെ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ഓഫീസർ ചോദിക്കും ഓക്കെ ഇന്നലെ രാത്രി നിങ്ങൾക്ക് ജെഫ് അല്ലാതെ മറ്റൊരാളും കൂടി നിങ്ങളെ കാണാൻ വരുന്നുണ്ടായിരുന്നു, അത് മറ്റൊരു കാമുകനാണോ? നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും വരത്തില്ല, പക്ഷേ കേസിന്റെ ഭാഗമായിട്ട് എനിക്കിത് ചോദിച്ചേ മതിയാവൂ. ഇന്നലെ എത്ര മണി വരെ ജെഫ് അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇതിനു മുന്നേ ജെഫ് പറഞ്ഞതുപോലെ തന്നെ 7 മണി മുതൽ 1:45 വരെ അവനുണ്ടായിരുന്നു. അല്ല അത് കഴിഞ്ഞിട്ട് അവൻ എവിടെ പോയി? വേറൊരാൾ വരാനുണ്ടായിരുന്നു, അതുകൊണ്ട് അവനെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ നമ്മുടെ ജെഫിന്റെ അടുത്തേക്ക് വരാണ്. അങ്ങനെ ജെഫിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് അവിടെയുള്ള ഒരു പോലീസുകാരനോട് ചോദിക്കുന്നത് ഓക്കെ ഇരയെ അവൻ തിരിച്ചറിഞ്ഞോ? ഇല്ല സാർ. അപ്പൊ ആ ഒരു പോലീസുകാരൻ ജെഫിന്റെ കൂടെ ചോദിക്കും ഓക്കെ നീ എന്തുകൊണ്ടാണ് ഇരയെ തിരിച്ചറിയാത്തത്? അപ്പോൾ ജെഫ് പറയും അത് തെളിയിക്കേണ്ടത് നിങ്ങളല്ലേ. അപ്പോൾ പോലീസുകാരൻ പറയും അല്ല നീ പതിവായിട്ട് ആ ഒരു സ്ഥലത്ത് പോകാറുള്ളതല്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും അവിടേക്ക് പോയിട്ടില്ല. നിങ്ങൾ എന്താ എന്നെ വെച്ചിട്ട് കുറ്റസമ്മതം നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണോ? അതും ചെയ്യാത്ത കുറ്റത്തിന്. അങ്ങനെ ഇത് കൂടി കേൾക്കുന്നതും ആ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വൈനർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാറയെ കാണാനായിട്ട് വേറൊരാൾ 2 മണിക്ക് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അയാളെ ഇപ്പോൾ ഇവിടേക്ക് വിളിച്ചു വരുത്താണ്. എന്നിട്ട് അയാളോട് ചോദിക്കും ഓക്കെ നീ ആ ഒരു ഹോട്ടലിലേക്ക് 2 മണിക്ക് ചെല്ലുമ്പോഴത്തേക്കും നിന്റെ ഓപ്പോസിറ്റിലെ ആരെങ്കിലും വെളിയിലേക്ക് ഇറങ്ങി വന്നിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ അയാൾ പറയും അതെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അപ്പാർട്ട്മെന്റിലേക്ക് കയറുന്ന സമയത്ത് അവിടുത്തെ ലൈറ്റ് എല്ലാം ഓണായി, ആ ഒരു സമയം ഡോറിനടുത്ത് നിന്ന് ആരോ ഒരാൾ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നല്ല, ഇതുകൊണ്ടാണ് നമ്മുടെ ജെഫ് അവൻ കൊല്ലേണ്ട ആ ഒരാളെ കൊന്നതിന് ശേഷം വണ്ടിയും കൊണ്ട് ഒരു ഹോട്ടലിന് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ആ ഒരു ലിഫ്റ്റിന്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നല്ലോ, അത് വൈനർ എന്ന് പറഞ്ഞിട്ട് ഇയാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ സാറയുടെ അടുത്തേക്ക് 2 മണിക്ക് വരാൻ പോകുന്നത് ഇയാളായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ജെഫ് അവിടെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിപ്പിച്ചാൽ മാത്രമേ അവൻ ഈ ഇതിൽ നിന്ന് ഊരാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ അത് ജെഫാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി വൈനറെ മറ്റൊരു മുറിക്കടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഓക്കെ നിങ്ങൾ ഇവിടെ ഇരിക്കും ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ ആ ഒരു പോലീസുകാരൻ നമ്മുടെ ജെഫിനെ നേരെ അടുത്തൊരു മുറിയിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് നിന്റെ കോട്ട്, തൊപ്പി ഇതെല്ലാം ഇങ്ങനെ തരാൻ പറയും. അപ്പൊ അവനായാലും ആ ഒരു കോട്ട് ഊരി കൊടുക്കുന്നു, അതേപോലെ തന്നെ തൊപ്പി എടുത്ത് കൊടുക്കുമ്പോൾ അവന്റെ ആ ഒരു കോട്ട് വേറൊരാൾക്ക് ഇട്ട് കൊടുക്കും, അതേപോലെ തന്നെ തൊപ്പിയും മാറ്റും. എന്നിട്ട് ഇതേപോലെ തൊപ്പിയും കോട്ടെല്ലാം ധരിച്ചിരിക്കുന്ന ഒരുപാട് പേരുടെ നടുവിലേക്ക് അവനെ കൊണ്ട് നിർത്തിയിട്ട് അത് കഴിഞ്ഞ് വൈനർ എന്ന് പറഞ്ഞ അയാളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഓക്കെ നിങ്ങൾ കണ്ടത് ആരെയായിരുന്നു, എന്തെങ്കിലും അടയാളം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വൈനർ ആയാലും ഓരോരുത്തരുടെ മുന്നിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ നല്ലതുപോലെ നോക്കിയിട്ട് അവസാനം ജെഫിനടുത്ത് എത്തുമ്പോൾ വൈനർ നേരെ തിരിച്ചു വരും. അപ്പോൾ ആ ഒരു പോലീസുകാരൻ ചോദിക്കും എന്തേ ആളില്ലേ? അപ്പോൾ വൈനർ പറയും ആളുണ്ട്, പക്ഷേ ദേ അവനാണ്, അവൻ ധരിച്ചിരുന്ന കോട്ട് ദേ ആ ഒരു വെള്ളക്കോട്ടാണ്, അതേപോലെ തന്നെ അവന്റെ തലയിലുള്ള തൊപ്പിയും മാറ്റമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ എന്തായാലും ജെഫ് അവിടെ ഉണ്ടായിരുന്നുള്ള കാര്യം നമ്മുടെ പോലീസുകാരനെ എന്തായാലും വിശ്വസിക്കാതെ വേറെ വഴിയില്ലല്ലോ. കാരണം വൈനർ അത് സമ്മതിച്ചു. അത് കഴിഞ്ഞ് വൈനറിനെ നേരെ മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഓക്കെ സാർ നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും പോവാം എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞിട്ട് സാറയോടും പറയുന്നുണ്ട് എന്തായാലും അവനാണെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സംശയം, അവനെ വെറുതെ വിടാണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഈ ഒരു കേസിന്റെ പുറകെ തന്നെ ഞാൻ ഉണ്ടാവും എന്നും പറഞ്ഞ്
സാറേനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹോട്ടലിലുള്ള ആളുകളുണ്ടല്ലോ, ആ ഒരു പിയാനോ വായിക്കുന്ന ലേഡി, അതേപോലെ തന്നെ ബാക്കി ഉണ്ടായിരുന്ന എല്ലാവരും അവരുടെ മുന്നിലേക്ക് വന്നിട്ട് ഇപ്പൊ അവസാനമായിട്ട് നിങ്ങളോട് എല്ലാവരോടും ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കത്തുള്ളൂ. ആളെ മുന്നിലേക്ക് കൊണ്ടുവരും, അവനാണോ അല്ലയോ, യെസ് ഓർ നോ, ഇതിലേതെങ്കിലും ഒന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് നമ്മുടെ ജെഫിനെ ഇവരുടെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഓരോരുത്തരോട് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയും, അല്ല ഞാൻ കണ്ടത് ഇവനെ അല്ല, അല്ലെങ്കിൽ ഇവനാണ്. അതിലൊരു വയസ്സായിട്ടുള്ള ഒരാൾ പറയും, അത് ഇവൻ തന്നെയാണ്, ഞാൻ ഉറപ്പായിട്ടും കണ്ടതാണെന്ന് പറയും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു ലേഡി, അവൾക്കും സംശയമുണ്ട്, ഉറപ്പില്ല, അതുകൊണ്ട് തന്നെ അവൾക്കും ഉറപ്പില്ലാതെ ഇങ്ങനെ പോവാണ്. അങ്ങനെ എല്ലാവരോടും ചോദിച്ച് എല്ലാവരും അവനെ നേരിട്ട് കണ്ടതായിട്ട് ഒരു ഉറപ്പ് പറയുന്നില്ല. അവസാനം ആ ഒരു പിയാനോ വായിക്കുന്ന ലേഡി ഉണ്ടല്ലോ, അവരുടെ മുന്നിലേക്ക് വന്നിട്ട്, ഓക്കെ, ഇപ്പോ നിങ്ങളാണ് ആ ഒരു കൊലപാതകം നടന്നതായിട്ട് പോലീസിനെ അറിയിച്ചത്, നിങ്ങളാണ് അവൻ ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് കണ്ടതായിട്ടും പറഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങൾ പറയേ അവിടെ കണ്ടത് ഇവനെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ലേഡിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അവളായാലും പെട്ടെന്ന് ഞാൻ കണ്ട ആൾ ഇവനല്ലാന്ന് മാറ്റി അങ്ങ് പറയും. ഇനിയിപ്പോൾ അവൾക്ക് മറന്നതുകൊണ്ടാണോ ഇനി മനഃപൂർവ്വം മാറ്റി പറഞ്ഞതാണോ നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയെ ഇപ്പോൾ വെറുതെ വിടാതെ വേറെ വഴിയില്ല. അങ്ങനെ നമ്മുടെ ജെഫിനെയും പറഞ്ഞു വിട്ടതിന് ശേഷം ഈ ഒരു പോലീസുകാരൻ ഇപ്പോഴും സമാധാനമില്ല. അവനറിയാം ഇത് ജെഫ് തന്നെയാണ് ചെയ്തതെന്ന്. അതുകൊണ്ട് തന്നെ ജെഫിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ഒരാളെ പറഞ്ഞു വിടുന്നു. ഇവിടെ ജെഫ് ആണെങ്കിലോ ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയതിനു ശേഷം ഒരു ടാക്സി വിളിച്ച് അവൻ നേരെ അവന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് മുകളിലത്തെ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് വെളിയിൽ ഒരു പോലീസുകാരൻ ഈ ഒരു അപ്പാർട്ട്മെന്റ് ചുറ്റിനായിട്ടും കാറിനായിട്ട് ഓടിക്കുകയാണ്. അവൻ ഇനി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ആ ഒരു നിർദ്ദേശമെല്ലാം അപ്പോഴപ്പോഴും തന്നെ ആ ഒരു പോലീസുകാരന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് നമ്മുടെ ജെഫ് ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാലേ, ഈ ഒരു ബിൽഡിങ്ങിന്റെ മറുവശത്ത് മറ്റൊരു വഴിയുണ്ട്. അതുവഴി നേരെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു കാറിൽ ഇവനെ ഫോളോ ചെയ്യുന്ന ആള് അത് കണ്ടു. അപ്പൊ ജെഫ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത് മെട്രോയിലേക്കാണ്. അങ്ങനെ ആ ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് ഓടി ഇറങ്ങിയിട്ട് ഈ ഫോളോ ചെയ്യുന്ന ആള് പുറകെ വരുന്നതിന് മുന്നേ തന്നെ അവിടെ വന്ന ആ ഒരു ട്രെയിനിൽ കയറി ജെഫ് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് അടുത്തൊരു സ്റ്റേഷനിലേക്ക് ഇറങ്ങി അവൻ അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ഈ ഒരു പോലീസുകാരനോട് ഈ ഒരു വിവരം അയാൾ വിളിച്ചു പറയുമ്പോൾ, ഓക്കെ നീ എന്തായാലും തിരിച്ചു വാ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാമെന്നും പറഞ്ഞ് അയാളെ തിരിച്ചു വിളിക്കുകയാണ്. ഇവിടെ ജെഫ് ആണെങ്കിലോ ആ ഒരു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതല്ലാതെ 1-2 ബിൽഡിങ്ങുകളെല്ലാം കയറി ഇറങ്ങിയ അവസാനം ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്. അതിന് മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരാൾ കാത്തു നിൽക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ജെഫിന് ഈ ജോലി കൊടുത്തത് ഇയാളാണ്. അതുകൊണ്ട് തന്നെ ജോലി പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു പണം ഉണ്ടല്ലോ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ജെഫ് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ അയാളുടെ മുന്നിലേക്ക് ചെന്നിട്ട്, ഓക്കെ ജോലി പൂർത്തിയായിട്ടുണ്ട്, അതെനിക്കറിയാം, എന്നിരുന്നാലും നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ? ഏയ് അത് കുഴപ്പമൊന്നുമില്ല, അതൊരു തെളിവില്ലാതെ കേസ് അവസാനിച്ചു എന്ന് പറയുമ്പോൾ, ശരി ഇതാ നിന്റെ പണമെന്ന് പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് ഒരു തോക്കെടുത്ത് നമ്മുടെ ജെഫിനെ ഷൂട്ട് ചെയ്യാണ്. പക്ഷെ അവന്റെ കയ്യിലാണ് കൊള്ളുന്നത്. ജെഫ് ആണെങ്കിൽ ആ ഒരു അവസരത്തിൽ ഇയാളെ ഇടിച്ച് താഴെ കിട്ടിട്ട് അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടമാണ്. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും അയാൾ ജെഫിനെ കൊല്ലുമെന്നറിയാം. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട നമ്മുടെ ജെഫ് നേരെ വരുന്നത് തന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ്. അവിടെ വന്ന് കയറിയതിനു ശേഷം അവന്റെ കയ്യിലുള്ള ആ ഒരു മുറിവുണ്ടല്ലോ അതെല്ലാം നല്ലതുപോലെ വെച്ച് കെട്ടുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ജെഫ് ഈ ഒരു ജോലി പൂർത്തിയാക്കിയിട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അവനെ പോലീസ് ഇപ്പോഴും സംശയിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ജെഫ് അവന്റെ കൈയെല്ലാം വെച്ച് കെട്ടി ആ ഒരു കിളിയുണ്ടല്ലോ അതിന് തീറ്റയെല്ലാം കൊടുത്തിട്ട് കട്ടിലിൽ ഇങ്ങനെ കിടക്കാണ്. അതേസമയം ജെഫിന് ഈ ഒരു ജോലി കൊടുത്തവര് സത്യത്തില് ജെഫ് കൊല്ലാനായിട്ട് ആ ഒരു ഹോട്ടലിനകത്തേക്ക് കയറി പോയല്ലോ, അതിനകത്തുണ്ടായിരുന്ന കുറെ പേര് തന്നെയാണ് അവിടെയുള്ള ഒരാളെ കൊല്ലാനായിട്ട് ജെഫിനെ ഏൽപ്പിച്ചത്. ഇപ്പൊ അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവൻ ആ ഒരു ജോലി നല്ലതുപോലെ പൂർത്തിയാക്കിയിട്ട് പാലത്തിന് മുകളിൽ വെച്ച് അവനെ കൊല്ലാൻ ശ്രമിച്ചതെന്താ? അപ്പൊ അതില് ജോലി കൊടുത്ത ആൾ പറയും, കാരണം അവനെ പോലീസ് ഇപ്പോഴും സംശയിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരാൾ പറയും, ഓക്കെ എന്ത് തന്നെ ആയാലും അവൻ മുറിവേറ്റ ഒരു ചെന്നായാണ്, അതുകൊണ്ട് എന്തായാലും നമ്മളെ വേട്ടയാടാതിരിക്കത്തില്ല, അതുകൊണ്ട് എന്തായാലും അവനെ വെറുതെ വിടാൻ കഴിയത്തില്ല, എത്രയും പെട്ടെന്ന് അവനെ ഇല്ലാതാക്കണമെന്ന് ഇവരെല്ലാവരും കൂടി തീരുമാനം എടുക്കാണ്. അതേസമയം ഇവിടെ സ്റ്റേഷനിൽ നമ്മുടെ പോലീസുകാരൻ അവൻ ഇപ്പോഴും സംശയമുണ്ട് ഹീറോ തന്നെയാണ് ഇത് ചെയ്തതെന്ന്. എന്നിരുന്നാലും വീനർ എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നത് കൊണ്ട് ഇവർക്ക് അതും വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ പിന്നീട് അവന്റെ കാമുകി സാറ ഉണ്ടല്ലോ, അവൾ എന്തായാലും കള്ളമാണ് പറയുന്നതെന്ന് നമ്മുടെ പോലീസുകാരൻ അറിയാം. അതുകൊണ്ട് അവളുടെ വായിൽ നിന്ന് സത്യം വരാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതുകൊണ്ട് എന്തായാലും ആ ഒരു പെൺകുട്ടിയെ നമ്മൾ ഫോളോ ചെയ്യണം, അതേപോലെ തന്നെ അവനെയും വിടാതെ തന്നെ ഫോളോ ചെയ്തേക്കണമെന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെഫ് ഇപ്പോൾ ആ ഒരു റൂമിൽ നിന്ന് എഴുന്നേറ്റ് അന്ന് രാത്രിയാകുമ്പോഴത്തേക്കും അവന്റെ കയ്യിൽ ആ ഒരു മുറിവെല്ലാം വീണ്ടും ഒന്നുകൂടി നല്ലതുപോലെ വെച്ച് കെട്ടിയിട്ട് ഈ ഒരു മുറിവ് വൃത്തിയാക്കി തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ആ ഒരു വേസ്റ്റിലേക്ക് ഇട്ട് അവനിപ്പോൾ റെഡി ആയിട്ട് എവിടേക്കോ പോവാണ്. അങ്ങനെ റൂമിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ജെഫ് പോകുന്നത് എവിടെയാന്ന് വെച്ചാല് ആ ഒരു വലിയ ഹോട്ടലുണ്ടല്ലോ, അവൻ ആ ഒരാളെ കൊല്ലാൻ പോയ അതേ ഹോട്ടലിലേക്ക് തന്നെയാണ് അവൻ പോകുന്നത്. അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആ ഒരു പിയാനോ വായിക്കുന്ന പെണ്ണ് അവൾ അവിടെ ഇരുന്ന് പിയാനോ വായിക്കുന്നുണ്ട്. ഈ ഒരു ക്ലബിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പെണ്ണ് ജെഫിനെ കാണുന്നതും അവിടെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. കാരണം ഇവൻ എന്തിനാ വീണ്ടും ഇവിടേക്ക് വന്നതെന്ന്. ജെഫ് ഇപ്പോൾ ആ ഒരു മദ്യമെല്ലാം കഴിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്ന് ആ ഒരു പെണ്ണിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജെഫിന് ജോലി കൊടുത്ത ആ ഒരാളുകളുണ്ടല്ലോ അതിലൊരാൾ ജെഫിന്റെ അടുത്തേക്ക് വന്നിട്ട്, കൊലപാതകം നടന്ന ആ ഒരു സ്ഥലത്തേക്ക് വീണ്ടും ഒരു കൊലയാളി വരിക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് പറയുന്ന കേൾക്കുന്നത് നമ്മുടെ ജെഫ് എന്താ ചെയ്യുന്നത് വെച്ചാല് കുറച്ച് പണം എടുത്ത് അയാളുടെ മുന്നിലേക്ക് വെച്ചിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നങ്ങ് പോവാണ്. അപ്പൊ ആ ഒരു പെണ്ണിന് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്ന്. അങ്ങനെ അതേ സമയം ഇവിടെ ജെഫിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിൽ കാണിക്കുമ്പോഴത്തേക്കാണ് അവനില്ലാത്ത സമയം നോക്കി കുറച്ച് പോലീസുകാർ ഈ ഒരു അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറും.
എന്നിട്ട് ഇതിനകത്ത് കുറച്ച് ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ടല്ലോ, ഇവൻ എന്താണ് സംസാരിക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഡിവൈസുകളെല്ലാം ആ ഒരു റൂമിന്റെ പല ഭാഗങ്ങളായിട്ട് ഇവർ ഒളിപ്പിച്ചു വയ്ക്കും. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഈ ഒരു വീട് എങ്ങനെയാണോ പൂട്ടിയിട്ട് പോയത് അതുപോലെ തന്നെ തിരിച്ച് പൂട്ടി അവന്റെ റൂമിന്റെ തൊട്ടടുത്ത റൂമിൽ ഒരാള് ഇവൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ട്. അയാൾ ആ ഒരു റൂമിൽ തന്നെ താമസിക്കുകയാണ്. അതുമല്ല, ഇവരെല്ലാവരും ഈ ഒരു റൂമിനകത്തേക്ക് കയറുന്ന കാര്യങ്ങളല്ല, ആ ഒരു കിളിയുണ്ടല്ലോ അത് നല്ലതുപോലെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് നേരം നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇവർക്കത് വലിയ കാര്യമല്ല. അതേസമയം ഇവിടെ നമ്മുടെ ജെഫ് ആണെങ്കിൽ ആ ഒരു പിയാനോ വായിക്കുന്ന പെണ്ണ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ അവൾ ഈ ഒരു ഹോട്ടലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ കാറിൽ തന്നെ നമ്മുടെ ജെഫും കയറിയിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കാറിൽ പോകുമ്പോഴത്തേക്കും ജെഫ് അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്നെ കണ്ടിട്ടും കണ്ടില്ലാന്ന് നിങ്ങൾ എന്തിനാ മാറ്റി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൾ ചോദിക്കും, നീ എന്തിനാ അവിടേക്ക് വന്ന് മാർട്ടി എന്ന് പറഞ്ഞ അയാളെ കൊന്നത്, എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് പണം തന്നു അയാളെ കൊല്ലാൻ വേണ്ടി, അതുകൊണ്ട് ഞാൻ അയാളെ കൊന്നു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അവൾ ഇപ്പോഴും എന്തുകൊണ്ടാണ് മാറ്റി പറഞ്ഞതെന്നുള്ള ആ ഒരു കാര്യം അവൾ പറയുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും അവന്റെ വീടിനകത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് കുറച്ച് പോലീസുകാർ കയറിയിരുന്നല്ലോ. അവര് അവന്റെ കൈ മുറിഞ്ഞ് അത് വൃത്തിയാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന തുണി കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് ഈ ഒരു പോലീസുകാരനോട് ഒന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പോലീസുകാരൻ ചോദിക്കും, ഓക്കെ ഇപ്പൊ അവൻ എവിടെയാണെന്നറിയോ? അതെ അറിയാം എന്ന് പറയുന്നതും ഇപ്പോൾ നമ്മുടെ ജെഫ് നേരെ ആ ഒരു പെണ്ണിനോടൊപ്പം അവളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവളോട് സംസാരിക്കുന്നത് വേറൊന്നുമല്ല, അവൻ പണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജോലി ചെയ്തത്. പക്ഷേ ആ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവനെ തന്നെ കൊല്ലാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അവരത് ചെയ്യാതിരിക്കത്തില്ല, ഇനിയും അവൻ അന്വേഷിച്ച് വരും. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ എനിക്ക് അവരെ കണ്ടുപിടിച്ച് ഈ ഒരു ജോലി ആരാണ് ഏൽപ്പിക്കുന്നത് അയാളെ എനിക്ക് കൊല്ലണം എന്നുള്ള കാര്യമാണ് അവൻ പറയുന്നത്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഒരുപക്ഷെ നീ എന്നെ തിരിച്ചറിയത്തില്ല എന്ന് പോലീസിനോട് പറയാൻ കാരണം നീ പോലീസായിട്ട് ഒരു ഗെയിം കളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ ഒറ്റ കൊടുക്കാനായിട്ട് നിനക്ക് തോന്നിയില്ല. അപ്പൊ ഇത് കേൾക്കുന്ന അവള് പറയും, ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത 2 മണിക്കൂറിനുള്ളിൽ നീ എന്നെ വിളിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അതേസമയം ആ ഒരു പോലീസുകാര് നമ്മുടെ സാറയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഡോർ വന്ന് തട്ടുമ്പോഴത്തേക്കും സാറ ഡോർ തുറക്കുമ്പോൾ പോലീസുകാരെല്ലാവരും കൂടി അകത്തേക്ക് കയറി പോകുന്നു. എന്നിട്ട് അവിടെ എല്ലാം തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ പോലീസുകാരൻ സാറയോട് ചോദിക്കുന്നത്, ഓക്കെ നീ പറഞ്ഞതുപോലെ ആ ഒരാൾ കൊല്ലപ്പെട്ട രാത്രിയിൽ 7 മണി മുതൽ 1:45 വരെ ജെഫ് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെയല്ലേ? അപ്പോൾ പറയും അതെ, പക്ഷെ ഞാൻ പറയുന്നു അവൻ അന്നത്തെ ദിവസം ഇവിടെ ഇല്ലായിരുന്നു. കാരണം നീ കോടതിയെ പറ്റിക്കാൻ വേണ്ടി അവന് വേണ്ടി നീ കള്ളം പറയാണ്. ഒരുപക്ഷെ കോടതി വല്ലതും ഈ ഒരു കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാല് അവനെ ഒരു കൊലപാതക കുറ്റത്തിന് സഹായിച്ചതിന് നിനക്കും ശിക്ഷ കിട്ടും. അതുപോലെ നിന്റെ പ്രായം അത്രയും ചെറുതാണ്. ഇത് പറയാൻ വേറൊന്നുമല്ല, എനിക്ക് നിന്റെ പ്രായത്തിലുള്ള ഒരു മകളുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവളുടെ മനസ്സ് മാറ്റി സത്യം അവളെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. ചെറിയ രീതിയിൽ പേടിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ ഒരു വിധത്തില് നമ്മുടെ ജെഫിനെ ഒറ്റി കൊടുക്കുന്നില്ല. അതുമല്ല അവൾക്കും അറിയാം അവള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജെഫിനെ ഒരു പണി ഏൽപ്പിച്ച അവര് വന്ന് തന്നെ ഇവളെ കൊല്ലും. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും പ്രശ്നമാണ്. ആ ഒരു കാര്യം അവൾക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും അവൾ അത് സമ്മതിക്കത്തില്ല. അതേസമയം ഇവിടെ നമ്മുടെ ജെഫ് തിരിച്ചവന്റെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്താണ് ഈ ഒരു കിളി ഉണ്ടല്ലോ അതൊരു വല്ലാത്ത രീതിയിൽ കരയുന്നുണ്ട്. അപ്പൊ അവൻ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതെന്തോ സിഗ്നലുകളെല്ലാം കാണിക്കുന്നത് പോലെ. അപ്പൊ തന്നെ ജെഫിന് മനസ്സിലായി ഈ ഒരു വീടിനകത്ത് വേറെ ആരോ കയറിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൻ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പരിശോധിക്കണം. ആദ്യം കട്ടിലിനടിയില്, അതേപോലെ തന്നെ കിച്ചന്റെ ഭാഗത്ത്, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് നല്ലതുപോലെ പരിശോധിച്ച് അവസാനം ആ ഒരു ഡിവൈസ് ഉണ്ടല്ലോ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ആ ഒരു ജനലയുടെ സൈഡില് അത് അവൻ കണ്ടുപിടിക്കും. അങ്ങനെ അത് കണ്ടുപിടിക്കുന്നതും അവൻ ഇപ്പോൾ അവിടെ നിന്നും പതിയെ വെളിയിലേക്ക് ഇറങ്ങി പോയിട്ട് ആ ഒരു പിയാനോ വായിക്കുന്ന പെണ്ണ് അവള് പറഞ്ഞതുപോലെ തന്നെ 2 മണിക്ക് അവളെ വിളിക്കാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ വെളിയിലുള്ള ഒരു ബൂത്തിൽ നിന്നിട്ട് അവളെ അതുപോലെ തന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ ഫോൺ എടുക്കാതെ നേരെ അകത്തുള്ള ഒരു റൂമിനകത്തേക്കാണ് കയറി പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. അങ്ങനെ അതിനുശേഷം ജെഫ് വീണ്ടും തന്റെ റൂമിലേക്ക് വന്നിട്ട് നേരെ ആ ഒരു കബോർഡിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് പെട്ടെന്നൊരാള് ആ ഒരു റൂമിനകത്ത് നിൽക്കുന്നു. ഇത് വേറെ ആരുമല്ല, ഇവനെ നേരത്തെ കൊല്ലാൻ ശ്രമിച്ച ആ ഒരാളുണ്ടല്ലോ അയാളാണ്. എന്നിട്ട് നമ്മുടെ ജെഫിനെ നേരെ വിളിച്ച് ആ ഒരു കട്ടിലേക്ക് കൊണ്ടിരുത്തിയിട്ടാണ് പറയുന്നത്, ആദ്യത്തെ സമയം നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് വേറൊന്നും കൊണ്ടല്ല, പോലീസ് നിന്നെ സംശയിക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ നിന്നെ പിടിക്കാൻ കഴിയത്തില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നിനക്ക് ഞാൻ മറ്റൊരു ജോലിയും കൂടി തരാൻ പോവാണ്. ഇത്തവണ പണം ജോലി കഴിഞ്ഞിട്ടല്ല, അതിന് മുന്നേ തന്നെ നിന്റെ കയ്യിൽ തരും എന്നും പറഞ്ഞിട്ട് പണം കൊടുത്ത് അടുത്തൊരാളെ കൊല്ലാനായിട്ട് ഇങ്ങനെ ഏൽപ്പിക്കുമ്പോഴത്തേക്കും ജെഫ് പറയും, പക്ഷേ ഇതിനു മുന്നേ എന്നോട് സംസാരിക്കുമ്പോ ഇതുപോലെ തോക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവൻ പറയും, ഓക്കെ തോക്ക് ഇപ്പൊ മാറ്റാന്നും പറഞ്ഞിട്ട് തോക്ക് പിടിച്ച് മാറ്റുന്നതും ഒരൊറ്റ ചവിട്ട്. എന്നിട്ട് അവനെ പിടിച്ച് ഒരു 2-3 ഇടി നല്ലതുപോലെ ഇടി കൊടുക്കും. കാരണം വേറെ ഒന്നല്ല, ജെഫിന് ഇത്രയും പണി കൊടുത്തതല്ലേ. അങ്ങനെ 2-3 ഇടി അവനെ നല്ലതുപോലെ ഇടിച്ചിട്ട് അവനെ പിടിച്ചിരുത്തി അവനോട് ചോദിക്കും, ഓക്കെ ഇപ്പൊ ആരാണ് നിങ്ങളെല്ലാം ഇത് ഏൽപ്പിക്കുന്നത്? അതാരാണെന്ന് പറയാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവന് വേറെ വഴിയില്ലാതെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുന്ന ആ ഒരു പ്രധാന ബോസ് ഉണ്ടല്ലോ അതാരാണെന്ന് നമ്മുടെ ജെഫിന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അത് മനസ്സിലാക്കുന്നതും ഇവിടെ ആ ഒരു പോലീസുകാരെ കാണിക്കുമ്പോൾ പോലീസുകാരൻ ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്, ഏകദേശം 50-60 ആളുകൾ നമ്മുടെ ഈ ഒരു മെട്രോ സ്റ്റേഷന്റെ പല ഭാഗങ്ങളിലായിട്ട് കാണണം. കാരണം അവൻ എപ്പോഴും യാത്ര ചെയ്യുന്നത് മെട്രോ വഴിയാണ്. അത് നല്ലതുപോലെ തന്നെ അവൻ അറിയുകയും ചെയ്യാം.
അതുകൊണ്ട് എവിടെയും അവനെ മിസ്സാവരുത്, അവൻ അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവുമെന്നും പറഞ്ഞ് ഇപ്പൊ എല്ലാവരെയും പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുന്നു. ഓരോ സ്റ്റേഷനിലും ഓരോ ആളുകളുണ്ട്. അതേപോലെ തന്നെ അവരുടെ കയ്യിൽ ഒരു ട്രാക്കിംഗ് ഡിവൈസും കൊടുത്തിട്ടുണ്ട്. കാരണം ഇവർ ഏത് സ്റ്റേഷനിലാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇപ്പൊ 1967 അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അടുത്ത സീനുകളിൽ നല്ലതുപോലെ തന്നെ അറിയാൻ കഴിയും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഇവിടെ നമ്മുടെ ജെഫ് ആണെങ്കിലോ ആ ഒരുത്തിനെ മുറിയിൽ ഒരു ചെയറിൽ കെട്ടിയിരുത്തിയിട്ട് ഇപ്പൊ ആ ഒരു കിളിയെ നല്ലതുപോലെ നോക്കുന്നുണ്ട്, അതിന് തീറ്റയെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തോ ഒരു കാര്യം തീരുമാനിച്ച് നമ്മുടെ ജെഫ് നേരെ വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. അങ്ങനെ ഈ ഒരു ബിൽഡിംഗ് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ ഫോളോ ചെയ്ത് ഇപ്പോഴും ആളുണ്ടല്ലോ. അവനാണെങ്കിൽ അടുത്തുള്ള ആ ഒരു മെട്രോയിലേക്ക് ഇറങ്ങി ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ജെഫിന് അറിയാം അവനെ ഫോളോ ചെയ്ത ആൾ വരുന്നുണ്ടെന്ന്. ഇപ്പൊ ഇവരെ എല്ലാവരെയും പറ്റിച്ച് എങ്ങനെയെങ്കിലും മറ്റൊരിടത്തേക്ക് പോകണം, അതാണ് ടാസ്ക്. അങ്ങനെ ആദ്യത്തെ ഒരു ട്രെയിനിലേക്ക് കയറുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോൾ ഇപ്പോൾ ഇതിൽ ആരെയാണ് സംശയിക്കണമെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു സ്ത്രീയുണ്ട്. അവരാണ് ഇവനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. അതുപോലെ അവരുടെ കയ്യിലുള്ള ആ ഒരു ഡിവൈസ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇവർ ഏത് സ്റ്റേഷനിലാണോ ഉള്ളത് ആ ഒരു മാപ്പ് മൊത്തമായിട്ടും പോലീസ് സ്റ്റേഷനിലുണ്ട്. അപ്പൊ അവരെവിടെ വെച്ചാണോ അത് പ്രസ് ചെയ്യുന്നത് ആ ഒരു ലൊക്കേഷനിൽ ലൈറ്റ് മാത്രം ഇങ്ങനെ കത്തുമ്പോഴത്തേക്കും ഓക്കെ, ഈ ഒരു സ്റ്റേഷനിലാണ് ഇപ്പോൾ അവരുള്ളത് എന്നിവർ മനസ്സിലാകും. കാരണം ആ ഒരു സമയത്ത് CCTV ക്യാമറയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയാണ് ഇവർ എവിടേക്കാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെഫ് കുറെ നേരം ആ ഒരു ട്രെയിനിലിരുന്ന് അടുത്തൊരു സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്കും അവിടേക്ക് ഇറങ്ങുന്നതും ആ ഒരു ലേഡി വീണ്ടും അത് പ്രസ് ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ അവൻ ഈ ഒരു സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു സ്റ്റേഷന് വെളിയിൽ ഇവരുടെ ആളുകൾ കാറിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഓക്കെ, രണ്ടുപേരെയും അകത്തേക്ക് പോകാനായിട്ട് പറയുമ്പോൾ അവർ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. നമ്മുടെ ജെഫ് ഈ ഒരു സ്റ്റേഷനിൽ തന്നെ നിൽക്കുകയാണ് അടുത്ത ട്രെയിൻ വരാൻ വേണ്ടി. അങ്ങനെ ജെഫ് ആയാലും എല്ലാവരെയും സംശയത്തോടെ തന്നെ നോക്കി അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ട്രെയിൻ വരുന്നുണ്ട്. അവിടെ ഒരാൾ ഡോറിനടുത്തായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരാളാണെങ്കിൽ ഡോറിനടുത്തായിട്ട് തന്നെ നിൽക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ജെഫ് ഇനിയിപ്പോൾ ഇവനെ സംശയിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജെഫ് ആ ഒരു ട്രെയിനിൽ കയറാതെ ആ ഒരു സ്റ്റേഷനിൽ നിന്നും അടുത്ത സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ തന്നെ ആ ഒരു ട്രെയിനിൽ നിന്ന് അയാൾ തന്നെയായിരുന്നു ഇവനെ ഫോളോ ചെയ്തിരുന്നത്. അയാൾ അപ്പോൾ തന്നെ ആ ഒരു സിഗ്നൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജെഫ് എന്താ ചെയ്യുന്നത് വെച്ചാല് മറ്റൊരു ട്രെയിനിൽ കയറി അടുത്തൊരു സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് മറ്റൊരു ട്രെയിനിൽ വീണ്ടും ഇതിലേ തന്നെ വരുന്നു. സത്യം പറയില്ല, ഇത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. കാരണം ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ആ ഒരു ഗെയിം പോലെയാണ്. ഈ പോലീസുകാരെല്ലാവരെയും ഒളിപ്പിച്ച് ഇങ്ങനെ വട്ടാക്കിയാണ് ജെഫ് പല ഇടങ്ങളിലായിട്ട് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജെഫ് അടുത്തൊരു സ്റ്റേഷനിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ ഒരു ലേഡി ഇരിപ്പുണ്ട്. ആ ഒരു ലേഡിയാണ് ഇപ്പോൾ നമ്മുടെ ജെഫിനെ ഫോളോ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ജെഫ് നടന്നു പോകുന്നതും ആ ഒരു ലേഡി പുറകെ തന്നെ വരികയാണ്. ജെഫ് കയറുന്ന ആ ഒരു ട്രെയിനിൽ തന്നെ കയറുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ഇറങ്ങുന്ന ആ ഒരു സ്റ്റേഷനിൽ തന്നെ ഇറങ്ങുന്നു. അതുപോലെ ഈ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ സിഗ്നലിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജെഫിന് മനസ്സിലായി എന്തായാലും ഈ ഒരു സ്ത്രീയാണെന്ന് അവനെ അവസാനമായിട്ട് ഫോളോ ചെയ്യുന്നത്. വേറെ ആരും ഇല്ല ഇപ്പോൾ പുറകിൽ. അതുകൊണ്ട് ഇവര് മറ്റൊരു വശത്തോട് നടന്നിങ്ങനെ പോകുന്നതും രണ്ട് സൈഡിലും നല്ല ഉയരമുള്ളൊരു ഭാഗമാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ജെഫ് പെട്ടെന്ന് അതിലൂടെ ചാടി ഇപ്പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ഒറ്റ ഓട്ടം. പക്ഷെ ആ ഒരു ലേഡിക്കാണെങ്കിൽ അതുപോലെ ചാടി ഇറങ്ങാനായിട്ട് കഴിയത്തില്ല. അവൾ ഓടി വരുന്ന ഗ്യാപ്പിൽ നമ്മുടെ ജെഫ് ബാക്കിയുള്ളവരെ പറ്റിച്ച് നേരെ ഒരു സ്റ്റേഷന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞ് ഈ ഒരു കാറെല്ലാം പാർക്ക് ചെയ്തേക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് ചെന്നിട്ട് അവിടെ ഒരു കാറിന്റെ ഡോറും തുറന്ന് അകത്തേക്ക് കയറിയിരുന്ന് ഇപ്പോൾ അവന്റെ കയ്യിൽ ഒരുപാട് കീ ഉണ്ടല്ലോ, അതിൽ ഓരോ കീ ആയിട്ട് ഇങ്ങനെ എടുത്ത് നോക്കി അവസാനം ഒരു കീ എന്തായാലും പ്രവർത്തിക്കുന്നുണ്ട്. കാർ സ്റ്റാർട്ടായി. അങ്ങനെ ആ ഒരു കാർ സ്റ്റാർട്ട് ചെയ്ത് അതുകൊണ്ട് നേരെ വരുന്നത് ആ ഒരു ഗ്യാരേജിലേക്ക്. അവിടെ വരുമ്പോഴത്തേക്ക് നേരത്തെ അയാൾ ചെയ്തതുപോലെ തന്നെ ഈ ഒരു കാറിനെ നമ്പർ പ്ലേറ്റ് രണ്ടും അയാൾ മാറ്റും. അങ്ങനെ നമ്പർ പ്ലേറ്റ് രണ്ടും മാറ്റിയിട്ട് ജെഫ് ഇപ്പോൾ വീണ്ടും ഒരു തോക്ക് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ ആ ഒരു തോക്ക് കൊടുത്തിട്ട് ജെഫിനോട് പറയുന്നുണ്ട്, ജെഫ് ഇത് അവസാനമാണ്, ഇനി ഒരിക്കലും ഞാൻ ഇത് നിനക്ക് ചെയ്തു തരത്തില്ല എന്ന് പറയുമ്പോൾ അവനായാലും ഓക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവൻ ആ ഒരു കാർ എടുത്ത് നേരെ വരുന്നത് വീണ്ടും നമ്മുടെ സാറയെ കാണാൻ വേണ്ടി. എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കാരണം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അവൾ പറയുമില്ല, നീ കാരണം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോകുന്നില്ല. അല്ല നീ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നേ? അപ്പോൾ ജെഫ് പറയും, അതെല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിനക്ക് എന്നെ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാതെ അവൾക്കൊരു ഉമ്മയും കൊടുത്തിട്ട് എല്ലാം ഞാൻ കൈകാര്യം ചെയ്യാം എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. എന്നിട്ട് വീണ്ടും ഈ ഒരു ബോസ് ഉണ്ടല്ലോ ഇവർക്ക് ഈ ഒരു ജോലിയെല്ലാം കൊടുക്കുന്ന അയാളുടെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുന്നതും ഓരോ റൂമായിട്ട് ഇങ്ങനെ തുറന്നു നോക്കാണ് അവൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. പക്ഷെ എവിടെയും കാണുന്നില്ല. അങ്ങനെ ജെഫ് ഒരു റൂം തുറന്നിട്ട് വെളിയിലേക്ക് നോക്കുമ്പോൾ അയാൾ അവിടെ നിൽക്കുന്നു. ജെഫ് ആണെങ്കിൽ ഓടിച്ചെന്ന് അയാളെ ഇടിച്ച് ആ ഒരു റൂമിനകത്തേക്ക് ആക്കിയിട്ട് ഇപ്പൊ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ ജെഫ് പണം കിട്ടിയോ? നീ പുതിയ ആ ഒരു ജോലി ചെയ്യാനായിട്ട് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല തയ്യാറല്ല. അപ്പോഴേക്ക് അയാൾ പറയും, ജെഫ് നീ ഇവിടേക്ക് വരാനായിട്ട് ഒരിക്കലും പാടില്ലായിരുന്നു, അത് വലിയൊരു തെറ്റാണെന്നും പറഞ്ഞ് അയാൾ പെട്ടെന്ന് തോക്കെടുത്ത് നമ്മുടെ ജെഫിനെ ഷൂട്ട് ചെയ്യാണ്ട് വരുന്നതും അതിനു മുന്നേ തന്നെ ജെഫ് അവനെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുന്നുണ്ട്. അങ്ങനെ ആ ഒരാളെ കൊന്നതിന് ശേഷം നമ്മുടെ ജെഫ് നേരെ വെളിയിലേക്ക് ഇറങ്ങി അവന്റെ ആ ഒരു കാർ എടുത്ത് നേരെ പോകുന്നത് ആ ഒരു പിയാനോ വായിക്കുന്ന ലേഡി ഉണ്ടല്ലോ അവളുള്ള ആ ഒരു ഹോട്ടലിലേക്കാണ്. ഇപ്പൊ അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണിവനെ കാണുന്നില്ല. അവളാണെങ്കിൽ ഇപ്പോൾ പിയാനോ വായിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയിരിക്കുന്നു. ആ ഒരു സമയത്ത് ജെഫ് നേരെ ആ ഒരു ബാർ നടത്തുന്ന അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ ജെഫിനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ജെഫ് ആണെങ്കിൽ അവന്റെ കയ്യിൽ ആ ഒരു ഗ്ലൗസ് എടുത്ത് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും അയാൾക്ക് എന്തോ ഒരു പന്തിയോട് മനസ്സിലാക്കിയിട്ട് അയാൾ പേടിച്ച് പുറകിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജെഫ് എന്താ ചെയ്യുന്ന വെച്ചാൽ പതിയെ ആ ഒരു പിയാനോ വായിക്കുന്ന പെണ്ണുണ്ടല്ലോ
അവളുടെ മുന്നിലേക്ക് ഇങ്ങനെ ചെല്ലും. അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് അവള് ജെഫിനെ നോക്കിയിട്ട് ഹേയ് നീ എന്താ ഇവിടെ, ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല, നീ പെട്ടെന്ന് പോവാൻ പറയുമ്പോൾ ജെഫ് അങ്ങനെ അവളെ തന്നെ നോക്കി നിൽക്കാണ്. എന്നിട്ട് പതിയെ അവന്റെ ആ ഒരു തോക്കെടുത്ത് അവള് ഷൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ അവള് പേടിക്കുമ്പോഴത്തേക്കാണ് ജെഫ് പറയുന്നത് നിന്നെ കൊല്ലാൻ വേണ്ടി എനിക്ക് പണം തന്നിട്ടുണ്ട്, വേറെ ഒന്നുമല്ല, നമ്മുടെ ജെഫിനെ അറിയാവുന്ന ഒരേ ഒരാൾ ഈ ഒരു പെണ്ണാണെന്ന് അവന് നേരത്തെ ജോലി കൊടുത്ത ആ ഒരു ബോസിനെ അറിയാം. അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ഈ ഒരു പെണ്ണിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ജെഫിന് അവര് രണ്ടാമത് പണം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ജെഫ് പറയുന്നുണ്ട് നിന്നെ കൊല്ലാൻ വേണ്ടി എനിക്ക് അവര് പണം തന്നു എന്നും പറഞ്ഞ് ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ ഈ ഒരു സ്ഥലത്ത് ഒളിച്ചു നിന്ന പോലീസുകാര് നമ്മുടെ ജെഫിനെ അങ്ങനെ ഷൂട്ട് ചെയ്യണം, അതും പലയിടങ്ങളിൽ നിന്ന്. അങ്ങനെ ജെഫ് മരിച്ചു വീഴുന്നതും എല്ലാ പോലീസുകാരും ഓടി അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ ആ ഒരു ലേഡിയോട് ബാക്കിയുള്ളവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ആ ഒരു പോലീസുകാരൻ വന്നിട്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ജെഫിന്റെ ആ ഒരു തോക്കെടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കാരണം ആ ഒരു തോക്കില് ഒരൊറ്റ ബുള്ളറ്റ് പോലും ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജെഫിന് അവളെ കൊല്ലാനായിട്ട് ഒട്ടും മനസ്സില്ലായിരുന്നു. ഇതെല്ലാം ഇവിടെ വെച്ച് അവസാനിക്കണം എന്നുള്ള രീതി തന്നെയാണ് തന്നെ കാത്തിയ ഒരു പോലീസുകാരി ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജെഫ് അവളെ കൊല്ലാൻ വേണ്ടി ആ ഒരു തോക്കെടുത്തത്. അത് കാരണം അവനെ അവർ ഷൂട്ട് ചെയ്യുമെന്ന് അവനറിയാം. അതുപോലെ ഈ ഒരു പെണ്ണിനെ ജെഫിന് കൊല്ലാനും കഴിയത്തില്ല. കാരണം അവൾക്ക് അവനോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ടാണ് അന്ന് അവനെ അവൾ ഒറ്റി കൊടുക്കാത്തത്. അതുകൊണ്ടാണ് ജെഫ് അവളെ കൊല്ലാത്തത്. ഇപ്പൊ ഈ ഒരു പോലീസുകാർ നമ്മുടെ ജെഫിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതും എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തന്നെ അവസാനിച്ചു. ഇനിയിപ്പോ ഈ ഒരു പെണ്ണിനെ കൊല്ലാനായിട്ട് വേറെ ആരും വരത്തില്ല. കാരണം ആ ഒരു പ്രധാന ബോസിനെയും നമ്മുടെ ജെഫ് നേരത്തെ തന്നെ കൊന്നിരുന്നു. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ എന്തായാലും കമന്റ് ചെയ്തേക്കുക. അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.